ഹായ് സ്റ്റുഡൻസ്, കമ്പനീസ് ബാലൻസ് ഷീറ്റിൻ്റെ എക്സ്ട്രാക്റ്റാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. അതായത് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഫോർമാറ്റ് ഓഫ് കമ്പനീസ് ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞിട്ട്. അതിൽ ബാലൻസ് ഷീറ്റിൽ വരുന്ന ഐറ്റംസ് ഒക്കെ ഏതൊക്കെ ഐറ്റംസ് ആണ് ബാലൻസ് ഷീറ്റിൽ വരുന്നത്, മെയിൻ ഹെഡ്സ് കാണിച്ചിട്ടുണ്ട്. പക്ഷേ കമ്പനീസ് ആക്ട് 2013 പ്രകാരം ആ മെയിൻ ഹെഡ്സായി കാണിച്ചിരിക്കുന്ന ഐറ്റത്തിൻ്റെ ഡീറ്റെയിൽസ് താഴെ നോട്ട്സ് ടു അക്കൗണ്ട്സ് ആയിട്ട് കാണിച്ചിരിക്കണം കമ്പനീസ് ബാലൻസ് ഷീറ്റിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ മുന്നേ ചെയ്ത വീഡിയോയിൽ നോട്ട്സ് ടു അക്കൗണ്ട്സ് എന്നിട്ട് അങ്ങനെ ഒരു ഐറ്റം ഇട്ടിട്ടില്ല. പക്ഷേ ഞാൻ അതിൻ്റെ എക്സ്ട്രാക്റ്റാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് ബാലൻസ് ഷീറ്റിൽ ഇക്വിറ്റി ആൻഡ് ലാബിലിറ്റീസും അസറ്റ്സും ആണ് ഉണ്ടായിരിക്കും. ഇക്വിറ്റി ആൻഡ് ലാബിലിറ്റീസ് ടോട്ടലും അസറ്റ്സിൻ്റെ ടോട്ടലും ഈക്വൽ ആയിരിക്കണം. ഇക്വിറ്റി ആൻഡ് ലാബിലിറ്റീസിൽ വരുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ഇവിടെ വരുന്നത് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണ്. പിന്നെ വരുന്ന ഐറ്റം ഷെയർ ആപ്ലിക്കേഷൻ മണി പെൻഡിങ് അലോട്ട്മെൻറ്റ് വരും, നോൺ കറണ്ട് ലാബിലിറ്റീസ് വരും, കറണ്ട് ലാബിലിറ്റീസ് വരും. അതുകൂടാതെ അസറ്റ് സൈഡിൽ നോൺ കറണ്ട് അസറ്റ്സും കറണ്ട് അസറ്റ്സും വരും. അപ്പോൾ ഇത് നോട്ട്സ് ടു അക്കൗണ്ട്സ് ആയിട്ട് ഞാൻ മുഴുവനായിട്ടും കാണിക്കുന്നില്ല. ലാബിലിറ്റി സൈഡിലുള്ള ഇക്വിറ്റി ആൻഡ് ലാബിലിറ്റീസിൽ വരുന്ന ഷെയർ ക്യാപിറ്റലിനെ കുറിച്ചിട്ടുള്ള മാത്രം ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കുന്നുള്ളൂ. അതായത് ഇക്വിറ്റി ആൻഡ് ലാബിലിറ്റീസിൽ ഫസ്റ്റ് വരുന്ന ഐറ്റം ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണ്. ആ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ വരുന്നത് മാത്രമേ ഞാനിവിടെ കാണിക്കുന്നുള്ളൂ. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ വരുന്ന ഐറ്റംസ് ആണ് ഷെയർ ക്യാപിറ്റലും റിസർവ്സ് ആൻഡ് സർപ്ലസും മണി റിസീവ്ഡ് അഗെയിൻസ്റ്റ് ഷെയർ വാറൻസും. അപ്പോൾ ഞാനിവിടെ ഷെയർ ക്യാപിറ്റൽ മാത്രമേ പറയുന്നുള്ളൂ. ഷെയർ ക്യാപിറ്റലിൻ്റെ നേർക്ക് മാത്രമേ ഞാനിവിടെ നോട്ട് നമ്പർ ഇട്ടിട്ടുള്ളൂ. ഇനി റിസർവ്സ് ആൻഡ് സർപ്ലസ് നോട്ട് നമ്പർ 2 ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ ഈ നോട്ട്സ് ടു അക്കൗണ്ട്സിൽ ഇതിൻ്റെ താഴെ, അതായത് ഇത് ക്ലോസ് ചെയ്തതിന് ശേഷം താഴെ നോട്ട് നമ്പർ 2 എന്നിട്ടിട്ട് ഈ റിസർവ്സ് ആൻഡ് സർപ്ലസിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കേണ്ടതായിട്ട് വരും. ഇവിടെ ഇപ്പോൾ ഞാൻ ഒരു നമ്പർ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അതുകൊണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് മാത്രമാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഡീറ്റെയിൽസ് കാണിക്കുന്നത് എങ്ങനെയാണെന്നുള്ള നോട്ട്സ് ടു അക്കൗണ്ട്സ് എന്നിട്ട് താഴെ കാണിക്കണം. ഇത് ബാലൻസ് ഷീറ്റ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം, അതായത് ലാബിലിറ്റീസും അസറ്റ്സും ചെയ്ത് കഴിഞ്ഞിട്ട് ബാലൻസ് ഷീറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷമാണ് നോട്ട്സ് ടു അക്കൗണ്ട്സ് കാണിക്കേണ്ടത്. അല്ലാതെ ഓരോ ഐറ്റമായിട്ട് കാണിക്കേണ്ടതായിട്ട് ആവശ്യം വരുന്നില്ല. ബാലൻസ് ഷീറ്റ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ ബാലൻസ് ഷീറ്റ് ഏകദേശം ആവശ്യമുള്ള ഒരു സ്പേസ് വിട്ടിട്ട് താഴെ നോട്ട്സ് ടു അക്കൗണ്ട്സ് ചെയ്യുക. അങ്ങനെയാകുമ്പോൾ ബാലൻസ് ഷീറ്റിൽ ഓരോ ഐറ്റം എഴുതുമ്പോൾ അതിന് ആവശ്യമായ ഡീറ്റെയിൽസ് താഴെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇക്വിറ്റി ആൻഡ് ഷെയർ ക്യാപിറ്റലാണ് ഞാനിവിടെ പറയുന്നത്. ഷെയർ ക്യാപിറ്റൽ ഓതറൈസ്ഡ്, ഇഷ്യൂഡ്, സബ്സ്ക്രൈബ്ഡ് എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ നോട്ട്സ് ടു അക്കൗണ്ട്സിൽ ഷെയർ ക്യാപിറ്റൽ പറയുമ്പോൾ ഈ നോട്ട്സ് ടു അക്കൗണ്ട്സിൽ ഇതൊക്കെ കാണിച്ചിരിക്കണം. അപ്പോൾ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഷെയർ ക്യാപിറ്റൽ, മാക്സിമം എത്ര ഷെയർ ഇഷ്യൂ ചെയ്യാൻ പറ്റും അതാണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ. ഇപ്പോൾ കമ്പനി അത്രയും ഷെയർ ഫസ്റ്റ് ഇഷ്യൂ നടത്തണമെന്നില്ല. കമ്പനിക്ക് ആവശ്യമുള്ള ഷെയർ ക്യാപിറ്റൽ മാത്രം ഫസ്റ്റ് ഇഷ്യൂവിൽ കളക്ട് ചെയ്യാൽ മതി. ബാക്കി ആവശ്യമുള്ളപ്പം ഇഷ്യൂ ചെയ്തിട്ട് ക്യാപിറ്റൽ കളക്ട് ചെയ്താൽ മതി. അപ്പോൾ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എത്രയാണെന്ന് ഇവിടെ ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. അതായത് കമ്പനിക്ക് എത്രയാണോ മാക്സിമം ഷെയർ ഇഷ്യൂ ചെയ്യാൻ പറ്റുക, നമ്പർ ഓഫ് ഷെയർസ് അറ്റ് ദ റേറ്റ് ഓഫ് എത്ര പൈസക്കാണ് ഇഷ്യൂ ചെയ്യുന്നത് അതിവിടെ കാണിക്കണം. അതുപോലെ ഇനി എത്ര ടൈപ്പ് ഓഫ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ട്, ഇക്വിറ്റിയും പ്രിഫറൻസ് രണ്ടും ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ടിൻ്റെയും ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കണം. ഇനി ഇക്വിറ്റി മാത്രമേ ഉള്ളെങ്കിൽ ഇക്വിറ്റി മാത്രം, എത്ര നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ആണ്, എത്ര പൈസയാണ്, മൾട്ടിപ്ലൈ ചെയ്ത എമൗണ്ട് ഇവിടെ ഇട്ടുക. എന്നിട്ട് അത് ക്ലോസ് ചെയ്യാം. ഇനി ഓതറൈസ്ഡ് കഴിഞ്ഞാൽ ഇഷ്യൂഡ് ക്യാപിറ്റൽ ഉണ്ടായിരിക്കും. ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കമ്പനി ഇഷ്യൂ ചെയ്ത ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷന് വേണ്ടി, അതായത് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്ത ക്യാപിറ്റലാണ് ഇഷ്യൂഡ് ക്യാപിറ്റൽ. പബ്ലിക്കിന് ഓഫർ ചെയ്ത ക്യാപിറ്റൽ, അതിൻ്റെ ഡീറ്റെയിൽസും കാണിക്കേണ്ടി വരും. ഏത് ടൈപ്പ് ഓഫ് ഷെയർസ് ഒക്കെ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, ഇക്വിറ്റിയും പ്രിഫറൻസും ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കാണിക്കണം. എത്ര നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ആണ്, അതിൻ്റെ വാല്യൂ എത്രയാണ് അത് കാണിച്ചിട്ട് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ ഇട്ട് കൊടുക്കുക. അതുപോലെ പ്രിഫറൻസ് ഷെയറിൻ്റെതും ഇവിടെ ഇട്ട് കൊടുക്കുക. രണ്ടും കൂടി ആഡ് ചെയ്യുക, ഇവിടെ ക്ലോസ് ചെയ്യാം. അപ്പോൾ ഈ രണ്ട് ടൈപ്പ് ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ രണ്ടും കാണിക്കേണ്ടതുള്ളൂ. ഒന്ന് മാത്രമേ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് മാത്രം കാണിച്ചാൽ മതി. ഇനി പിന്നെ വരുന്നത് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റലാണ്. സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ പബ്ലിക് സബ്സ്ക്രൈബ്ഡ് ബൈ ദ പബ്ലിക്, ജനങ്ങൾ വാങ്ങിയ ക്യാപിറ്റൽ, അതാണ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. ഇപ്പോൾ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ വരുന്നത് രണ്ട് ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ട് ടൈപ്പ് ഇവിടെ കാണിക്കണം. ഇവിടെ സബ്സ്ക്രൈബ്ഡ് ആൻഡ് ഫുള്ളി പെയ്ഡ് അപ്പാ പറഞ്ഞത്, അതായത് എത്ര ഷെയർ ആണോ പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് ആ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ വാല്യൂ, അതായത്
ഇഷ്യൂ പ്രൈസ് ഉണ്ടാവുമല്ലോ, എത്ര നമ്പർ ഓഫ് ഷെയർസ്, അതായത് 10,000 ഷെയർസ് അറ്റ് ദ റേറ്റ് ഓഫ് 100 ഈച്ച് ആണെങ്കിൽ 100 റുപ്പീസും കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡ്യൂ ആയ എല്ലാ എമൗണ്ടും, അതായത് 100 റുപ്പീസും കമ്പനി കോൾ ചെയ്തിട്ട് അത് പബ്ലിക് അതിൻ്റെ പൈസയൊക്കെ കമ്പനിക്ക് അടക്കുകയും ചെയ്തതാണെങ്കിൽ അതാണ് സബ്സ്ക്രൈബ്ഡ് ആൻഡ് ഫുള്ളി പെയ്ഡപ്പ് പറയുന്നത്. അപ്പോൾ അതിവിടെ സബ്സ്ക്രൈബ്ഡ് ആൻഡ് ഫുള്ളി പെയ്ഡപ്പ് ആണെങ്കിൽ അത് എത്ര നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ആണ്, അതിൻ്റെ പ്രൈസ് എത്രയാണ് ഇവിടെ കാണിക്കുക, അത്ര നമ്പർ ഓഫ് പ്രിഫറൻസ് ഷെയർ ആണ്, അതിൻ്റെ പ്രൈസ് എത്രയാണ്, മൾട്ടിപ്ലൈറ്റ് ഇവിടെ കാണിക്കുക, ക്ലോസ് ചെയ്യാം. എല്ലാ കമ്പനിയിലും സബ്സ്ക്രൈബ്ഡ് ആൻഡ് ഫുള്ളി പെയ്ഡപ്പ് മാത്രമായിരിക്കില്ല ഉണ്ടായിരിക്കുക. ചിലപ്പം പാർട്ട്ലി പെയ്ഡപ്പ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നോട്ട് ഫുള്ളി പെയ്ഡപ്പ് ഉണ്ടായിരിക്കും. ഫുള്ളി പെയ്ഡപ്പ് മാത്രമാണെങ്കിൽ ഇതുവരെ ചെയ്താൽ മതി. ഇനി ചില കമ്പനിയിലെ എല്ലാ ഷെയർ ഹോൾഡേഴ്സും ഫുൾ എമൗണ്ട് കൊടുത്തിരിക്കണമെന്നില്ല, കമ്പനി വിളിച്ചാലും ഫുൾ എമൗണ്ട് കൊടുത്തിരിക്കണമെന്നില്ല. അങ്ങനെ കൊടുത്തിട്ടില്ലെങ്കിൽ മാത്രമേ ഈ ഭാഗം കാണിക്കുള്ളൂ, അല്ലെങ്കിൽ ഇതിനോട് ക്ലോസ് ചെയ്യാം. ഇനി കൊടുത്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ്ഡ് ബട്ട് നോട്ട് ഫുള്ളി പെയ്ഡപ്പ്, അതാണ് ഈ ഹെഡിങ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഏതൊക്കെ ടൈപ്പ് ഓഫ് ഷെയർ ഉണ്ട് അത് കാണിക്കണം. അതിൽ കമ്പനി എത്ര വിളിച്ചു, ഇപ്പോൾ 100 റുപ്പീസിൻ്റെ ഷെയറിൽ 90 റുപ്പീസ് വരെ മാത്രമേ കമ്പനി വിളിച്ചിട്ടുള്ളൂ എങ്കിൽ ആ കോൾ ചെയ്ത ക്യാപിറ്റൽ, അതായത് 90 റുപ്പീസ് വിളിച്ചിട്ട് അതിൽ ചിലപ്പം 90 റുപ്പീസും കൊടുക്കാതെ ചില ഷെയർ ഹോൾഡർ 80 റുപ്പീസ് മാത്രം കൊടുത്തതൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ വിളിച്ചിട്ടും കൊടുക്കാത്ത പൈസ, ഇപ്പോൾ 10 റുപ്പീസ് അവിടെ കൊടുത്തിട്ടില്ലല്ലോ. 10 റുപ്പീസ് എന്ന് പറയുമ്പോൾ ഒരു ഷെയറിൻ്റെ ആയിരിക്കുമല്ലോ, എത്ര നമ്പർ ഓഫ് ഷെയർ ആണോ എടുത്തത് ആ അത്രയും ഷെയറിൻ്റെ 10 റുപ്പീ കൊടുത്തിട്ടില്ല, അപ്പോൾ അത് വലിയ എമൗണ്ട് ആയിരിക്കും. അപ്പോൾ അങ്ങനെ കൊടുക്കാത്ത പൈസക്കാണ് കോൾസിന് അരിയർ എന്ന് പറയുന്നത്. അപ്പോൾ കോൾസിന് അരിയർ ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്യാൻ വേണം. അപ്പോൾ എത്രയാണോ കമ്പനി കോൾഡപ്പ് ആയത്, അതായത് എത്ര 100 റുപ്പീസിൻ്റെ ഷെയർ ആണെങ്കിൽ 90 ആണ് കോൾഡപ്പ് എങ്കിൽ ബാക്കി 10 കമ്പനി ആവശ്യമുള്ള സമയത്ത് വിളിക്കും. 90 അല്ലെങ്കിൽ 80 ആണ് കോൾഡപ്പ് എങ്കിൽ 80 ഇൻറ്റു നമ്പർ ഓഫ് ഷെയർസ് ഇവിടെ ഇട്ട് കൊടുക്കുക, മൾട്ടിപ്ലൈ ചെയ്ത് എമൗണ്ട് ഇവിടെ ഇട്ട് കൊടുക്കുക. അതിൽ ഏതെങ്കിലും ഷെയർ ഹോൾഡർ പൈസ ഏതെങ്കിലും എന്നുള്ള എത്രയും നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് എത്രയും എമൗണ്ട് കൊടുത്തിട്ടില്ലെങ്കിൽ ആ കൊടുക്കാത്ത എമൗണ്ട് കോൾസിന് എരിയർ നോട്ട് ഇവിടെ കാണിക്കണം. കൊടുക്കാത്ത എമൗണ്ട് ഇൻറ്റു നമ്പർ ഓഫ് ഷെയർസ് കോൾസിന് എരിയർ ആയിട്ട് ഇവിടെ കാണിക്കുക. ഇത് രണ്ടും ലെസ് ചെയ്തിട്ട് ഔട്ടർ കോൾസിലിട്ട് കൊടുക്കുക. അതുപോലെ പ്രിഫറൻസ് ഷെയറും ചെയ്യണം. പ്രിഫറൻസ് ഷെയറിൽ കമ്പനി എത്രയാണോ കോൾഡപ്പ് എമൗണ്ട് ഇവിടെ ഇടുക, കോൾസിന് എരിയർ താഴെ കാണിക്കുക. കോൾസിന് എരിയർ ഉണ്ടെങ്കിൽ മാത്രം, എന്നിട്ട് ലെസ് ചെയ്യാം. അതുകൂടാതെ ഫോർഫീറ്റഡ് ഷെയർസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുകയും വേണം. ഫോർഫീറ്റഡ് ഷെയർസ് എന്ന് പറഞ്ഞാൽ ക്യാൻസൽഡ് ഷെയർ ആണ്. ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ട് ആണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. അപ്പം ഈ ബാലൻസ് ഷീറ്റിൽ, അതായത് ഇവിടെ വരുന്ന എമൗണ്ട് ഈ എമൗണ്ട് ആയിരിക്കണം ഈ ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വരേണ്ടത്. അല്ലാതെ ഇതും വേണ്ട, ഈ ക്ലോസ് ചെയ്ത മൂന്നും വേണ്ട. ലാസ്റ്റിൽ വരുന്ന ഇത് മാത്രമേ ഈ ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് വരുന്ന ഈ 1ന്റെ നേർക്ക് ഇടാൻ്റെ ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നോട്ട്സ് ടു അക്കൗണ്ട്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണിക്കേണ്ടത്. നോട്ട് ടു അക്കൗണ്ട്സ് എന്ന് പറഞ്ഞിട്ട് കാണിക്കേണ്ടത്. ഇനി നമ്മൾ റിസർവ്സ് ആൻഡ് സർപ്ലസിന് ചിലപ്പോൾ ഉണ്ടായിരിക്കാം. റിസർവ്സ് ആൻഡ് സർപ്ലസിന് നോട്ട് നമ്പർ 2 ആണെങ്കിൽ ഇതിൻ്റെ താഴെ നോട്ട് നമ്പർ 2 എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ 2 ഇട്ട് കൊടുത്തിട്ട് റിസർവ്സ് ആൻഡ് സർപ്ലസിൽ വരുന്ന ഐറ്റംസ് എന്തൊക്കെയാണെന്ന് അതായത് നമ്മൾ ചെയ്യുന്ന ബാലൻസ് ഷീറ്റിൽ റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്തൊക്കെയുണ്ടെന്ന് കാണിക്കുന്നുണ്ടോ, അല്ലാതെ അതിലെ ഫോർമാറ്റിലുള്ള കംപ്ലീറ്റ് ഐറ്റംസ് കാണിക്കേണ്ടതില്ല. പക്ഷേ ഈ ഷെയർ ക്യാപിറ്റൽ ഓതറൈസ്ഡ് ഇഷ്യൂഡ് സബ്സ്ക്രൈബ്ഡ് ആയിട്ട് കാണിക്കണം. മറ്റുള്ളതിൽ റിസർവ്സ് ആൻഡ് സർപ്ലസിൽ കുറേ ഐറ്റംസ് വരാനുണ്ട് നമ്മൾ ഫോമാറ്റിൽ പഠിക്കുവാണെങ്കിൽ. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യനിൽ എത്രയൊക്കെ ഐറ്റംസ് ആണ് റിസർവ്സ് ആൻഡ് സർപ്ലസിൽ വരുന്നത് അത് മാത്രമേ നമ്മൾ നോട്ട്സ് ടു അക്കൗണ്ട്സിൽ കാണിക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ. റിസർവ്സ് ആൻഡ് സർപ്ലസിൽ സാധാരണയായിട്ട് ക്യാപിറ്റൽ റിസർവ് വരാം, അതുപോലെ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട്, ദെൻ അതായത് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്, അങ്ങനെ റിസർവ് ആയിട്ട് വരുന്ന ഭൂരിഭാഗം ഐറ്റംസും ഈ റിസർവ്സ് ആൻഡ് സർപ്ലസിൽ വരാം. അതുപോലെ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ഉണ്ടായിരിക്കും. അതായത് പ്രീമിയത്തിലാണ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രീമിയം എമൗണ്ട് ക്യാപിറ്റലിലേക്ക് പോകില്ല, ഇവിടെ റിസർവ്സ് ആൻഡ് സർപ്ലസ് ആയിട്ട് കാണിക്കുകയാണ് ചെയ്യാം. അപ്പം അങ്ങനെയുള്ള ഐറ്റംസ് ആണ് റിസർവ്സ് ആൻഡ് സർപ്ലസിൽ വരിക. അങ്ങനെ കുറേ ഐറ്റംസ് റിസർവ്സ് ആൻഡ് സർപ്ലസ് ഉണ്ടെങ്കിൽ ഇവിടെ 2 ഇട്ട് കൊടുക്കുക, അതിൻ്റെ താഴെ അതിൽ വരുന്ന ഡീറ്റെയിൽസ് കാണിക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ബാലൻസ് ഷീറ്റ്, കമ്പനീസ് ബാലൻസ് ഷീറ്റ് ചെയ്യുന്നത്. ബാലൻസ് ഷീറ്റ് ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്യണം.
അസറ്റ്സും ലാബിലിറ്റീസും അസറ്റ്സും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ നോട്ട്സ് ടു അക്കൗണ്ട്സ് കാണിക്കേണ്ടത്. നോട്ട്സ് ടു അക്കൗണ്ട്സും കമ്പൽസറി ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇനി ഇതിൽ ഫോർഫീറ്റഡ് ഷെയർസ് ഉണ്ട്. ഷെയർ ഫോർഫീറ്റഡ് ഷെയർസ് എന്ന് പറഞ്ഞാൽ ക്യാൻസലേഷൻ ഓഫ് ഷെയർസ് ഡ്യൂ ടു നോൺ പേയ്മെൻറ്റ് ഓഫ് മണി. അതായത് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ കോൾസിന് ഏരിയ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ കോൾസിന് ഏരിയ കമ്പനി അലോ ചെയ്ത ഡേറ്റിലടക്കം ആ എമൗണ്ട് കിട്ടിയിട്ടില്ലെങ്കിൽ കമ്പനിക്ക് വേണമെങ്കിൽ അത്രയും ഷെയർ, അതായത് ഷെയർ ഹോൾഡർ ഷെയറിൻ്റെ ഫുൾ എമൗണ്ട് കൊടുക്കുന്നില്ലെങ്കിൽ ആ ഷെയർ ഫോർഫിറ്റ് ചെയ്യാനുള്ള റൈറ്റ് കമ്പനിക്കുണ്ട്, തിരിച്ചു പിടിക്കാനുള്ള റൈറ്റ് കമ്പനിക്കുണ്ട്. അതാണ് ഫോർഫീച്ചർ ഓഫ് ഷെയർസ് പറയുന്നത്. അത്രയും ഷെയർ വേണമെങ്കിൽ കമ്പനിക്ക് റീഇഷ്യൂ നടത്താനുള്ള റൈറ്റും ഉണ്ട്. അപ്പോൾ അതൊക്കെ പിന്നീട് പറയാം. ഇപ്പോൾ ഇത് എക്സ്ട്രാക്ട് മാത്രമാണ് കാണിച്ചിട്ടുള്ളത്. ഇതുപോലെ ഓരോ ഐറ്റത്തിനും ഏതൊക്കെ ഐറ്റത്തിന് നോട്ട് നമ്പർ ഇട്ടിട്ടുണ്ടോ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് താഴെ നോട്ട് നമ്പർ കൃത്യമായിരിക്കണം. 1, 2, 3 അതായത് ഈ കോളത്തിലിട്ട നോട്ട് നമ്പറിന് കണക്കായിട്ടായിരിക്കണം ഇതിൻ്റെ താഴെ ഇടേണ്ടത്. സെയിം നോട്ട് നമ്പർ അതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കാണിച്ചിരിക്കും വേണം. ഓക്കെ, വീഡിയോ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലിടാം. ഓക്കെ.